ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നുള്ളത് ഷേക്ക് സൈഡ് ഫെസ്റ്റിവൽ കാണാനായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരം വൈകിട്ടുണ്ട്, 7:30 ഒക്കെ ആയിട്ടുണ്ട്. ഗ്ലോബൽ വില്ലേജിൻ്റെ മിനിയേച്ചറാണ് കേട്ടോ ഈ ഷേക്ക് സൈഡ് ഫെസ്റ്റിവൽ. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു തിരക്ക് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും നമുക്കെല്ലാം കാണാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ ഞാൻ ജാക്കറ്റൊന്നും എടുത്തില്ല, കാരണം പോകുമ്പോൾ അത്ര വലിയ തണുപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജാക്കറ്റൊന്നും എടുത്തില്ല, ഞാൻ അബായ ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ടിക്കറ്റ് എടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 10 ദിർഹമാണ് വന്നിട്ടുണ്ടായിരുന്നത്, രണ്ടും കൂടിയിട്ട് 20 ദിർഹം. അപ്പോൾ മോള് ഉറങ്ങാന്ന് വെച്ചാൽ നോക്കിയപ്പോൾ ഉറങ്ങുന്നില്ല, ആൾ എണീറ്റ് കിടക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഒരു വല്ലാത്തൊരു ലോകമാണ് കേട്ടോ, സ്വർഗ്ഗലോകം എന്നൊക്കെ പറയാം. ഫുഡ് കഴിക്കാനും എല്ലാം അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു ഇതാട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ പവലിയനിൽ കയറി. മിക്ക പവലിയനിലും ഉള്ളത് കുറച്ച് ഡ്രസ്സുകൾ, കളിപ്പാട്ടം, അത് ഇത് അങ്ങനത്തെ ഒക്കെ കേട്ടോ. അപ്പോൾ കുറേ പവലിയനിൽ ഞങ്ങളൊന്നും കയറിയില്ല, കാരണം ഈ എല്ലാ സ്ഥലത്തും ഓരോ പോലത്തെ ആയ കാരണം 1-2 പവലിയനിൽ ഞങ്ങൾ കയറി. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും നല്ല ഫുഡ് കണ്ട അത് കഴിക്കാൻ വെച്ചിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോഴേ കണ്ട ഈ യന്ത്രഊഞ്ഞാല കയറിയാലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഏറ്റവും മേലേക്ക് എത്തുമ്പോഴാവും ഇശലു എന്നെ തിരഞ്ഞ് കരയാം, എന്തിനാ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് ഞാൻ കയറിയില്ല. ഇതിൽ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇശലിനായിരുന്നു കേട്ടോ. കാരണം അവൾ കുറേ ലൈറ്റ് കാണാം, കുറേ ആൾക്കാരെ കാണാം, പിള്ളേരെ കാണാം. അവൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവളതൊക്കെ കണ്ട് നല്ല എൻജോയും ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് ഹലാ ഷവർമ്മ കണ്ടത്. ചെറിയ വിശപ്പ് വന്നിട്ടുണ്ട്, ഒരെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അത് രണ്ടും ഞങ്ങൾ ഷെയർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ഡൈനോസറെ കണ്ട്, റോബോട്ടിനെ കണ്ട്. അപ്പോഴാണ് 20 ദിർഹംസിൻ്റെ കൂപ്പൺ എടുത്തിട്ട് നമ്മൾ ഇട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എങ്ങാലും ഒന്ന് വിൻ ചെയ്താലോ വെച്ചിട്ട് ഇക്കാക്കൊരു മോഹം. ഒരു ഫോർഡിൻ്റെ വണ്ടിയാണ്, ഏതാ മോഡലൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇക്ക 20 ദിർഹത്തിൻ്റെ കൂപ്പൺ എടുത്തു, അതിലേക്ക് ഇട്ടിട്ടുണ്ട്, കിട്ടിയാൽ ഭാഗ്യം. അങ്ങനെ നടന്ന് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ റീൽസിൽ ഒരു സ്റ്റിക്കി റൈസ് വിത്ത് ഐസ്ക്രീം മാംഗോ സംഭവം എന്തോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വെച്ചാൽ ഫസ്റ്റത്തെ 2 ബൈറ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റോടെ ഞാൻ കഴിച്ചു. കഴിഞ്ഞ് ഇക്ക ആകെ 2 ടീസ്പൂൺ കഴിച്ചുള്ളൂ, ബാക്കി ഫുള്ള് കഴിച്ചത് ഞാനാണ്. ആ കലോറി ഫുൾ എൻ്റെ മേത്താണ് കയറിയത്. അങ്ങനെ അത് ഞാൻ നടന്നുകൊണ്ട് കഴിച്ചു, കാരണം ഒറ്റയടിക്കൊന്നും തിന്നാൻ പറ്റില്ല. ഇശുല് കണ്ട, ഇശുല് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, എല്ലാം കണ്ടതിൻ്റെ ഒരു ചെറിയ സന്തോഷം അവൾക്കുണ്ട്. അങ്ങനെയാണ് ബോസ്നി കബാബ് കണ്ടത്. ഇക്കാക്ക് അത് ഇഷ്ടമായ കാരണം ഇക്കത് കഴിച്ചു, ഞാൻ മീറ്റായ കാരണം കഴിച്ചില്ല. അങ്ങനെ അത് കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയെന്ന് ഈശ്വലിൻ്റെ ഒരു കളിപ്പാട്ടം കണ്ടു, ഈശ്വലിന് അത് വേണമെന്ന് തോന്നി, അത് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഇനി നടക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ പുതിയത് കണ്ടാൽ ആ പവലിയനിൽ കയറാം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ കഴിക്കാൻ കയറാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നടക്കണത്. തണുപ്പോണ്ട് കൈയൊക്കെ മരുവിച്ച്, അതുകൊണ്ട് ഞങ്ങൾ ഒറ്റ പവലിയനിൽ കയറുന്നില്ല, വെറുതെ ലേറ്റ് നോക്കി നടക്കുക. മിക്ക പവലിയനിലും ചൈന കുറച്ച് ചൈന സാധനങ്ങളുണ്ടാവും, പിന്നെ മാക്സി, കന്തോറ അങ്ങനത്തെ സംഭവങ്ങൾ. അങ്ങനെ പവലിയനിലൊന്നും കയറുന്നില്ല. മെയിനായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് വെറൈറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നു വരുമ്പോഴാണ് അറബിക് ഡാൻസ് കണ്ടത്. അങ്ങനെ അത് കുറച്ച് നേരം നോക്കിയിരുന്നു. അവർ കളിക്കണ കാണാൻ നല്ല രസമായിട്ടാണ്, ചെറിയ മൂവ്മെൻ്റ് ആയിട്ട്. അത് കുറച്ച് നേരം നോക്കിയെന്ന് അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ലുക്കിമാത്തിൻ്റെ ഷോപ്പ് കണ്ടത്. അപ്പോൾ അതൊരു പ്ലേറ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. ഗ്ലോബൽ വില്ലേജിലായാലും ഷേക്ക് സൈഡ് ഫെസ്റ്റിവലായാലും ലുക്കിമാത്ത് ഞങ്ങൾ എന്തായാലും വാങ്ങാറുണ്ട്. അങ്ങനെ അത് കുറച്ച് നേരം നോക്കി നിന്നിട്ടോ പൊഴിക്കണത്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ആ ലുക്കിമാത്ത് റെഡിയായി, അതൊരു പ്ലേറ്റ് വാങ്ങിച്ചിട്ടോ. ഇത് ചൂടോട് തിന്നാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് ഫുള്ളൊന്നും തിന്നില്ല, കുറച്ച് പാർസലല്ല ഉള്ളത് പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു. അങ്ങനെ ഉള്ളത് കെട്ടിപ്പറക്കിയിട്ട് പോണ വഴിയിലാണ് വെടിക്കെട്ട് കാണുന്നത്. ഒരു പ്രത്യേക ഭംഗിയാട്ടോ ഷേക്ക് സൈഡ് ഫെസ്റ്റിവലിലത്തെ വെടിക്കെട്ട്. ഗ്ലോബൽ വില്ലേജിലത്തെ വെടിക്കെട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. ഷേക്ക് സൈഡ് ഫെസ്റ്റിവലിലത്തെ വെടിക്കെട്ട് പൊളി സംഭവം കേട്ടോ. അത് കുറച്ച് നേരം നോക്കി നിന്ന്
ഒരു 15 മിനിറ്റിന് വെടിക്കെട്ടായിരുന്നു കേട്ടോ. അത് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകും അത്രയും നേരം. അതപ്പോഴേക്കും ഞാൻ മോളുടെയും വാപ്പാടെയും ഒരു ചെറിയ റീലൊക്കെ എടുത്ത് വെടിക്കെട്ട് കഴിഞ്ഞത് ഞങ്ങൾ ഇറങ്ങുകയും ചെയ്തിട്ട് അതിൻ്റെ കയ്യിലുള്ളത് ലുക്കിമാത്ത് ഞാൻ അവിടെ നിന്ന് ഫുള്ളും കഴിച്ചില്ല. അത് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷേക്ക് സൈ ഫെസ്റ്റിന് ടാറ്റൊക്കെ കൊടുത്തു. അടുത്ത വട്ടം കാണാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ തണുപ്പ്. ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഇത്ര തണുപ്പുണ്ടായില്ല, പക്ഷേ ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത തണുപ്പ് കിട്ടാ. എന്താണെന്നറിയില്ല. പിന്നെ പുറകെ കാണുന്നത് ഫോഗല്ല കേട്ടോ, വെടിക്കെട്ട് കഴിഞ്ഞതിൻ്റെ പുകയാണ്. പക്ഷെ വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റണില്ല, കൈയാക്കാൻ മരുവിച്ച്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ.